വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായി ഒരു 1.5 കപ്പ് ഓട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റുന്നൊരു വിഭവമാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പ് ഓട്സ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് വളരെ നൈസായതുകൊണ്ട് നമുക്കിത് എല്ലാ വശവും ഒരേപോലെ ചൂട് തട്ടാനായിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് നന്നായി ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് വേഗം തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ചൂടായ ഓട്സിനെ ഒന്ന് മാറ്റി വെച്ച് ഞാൻ ഇതേ പാനിൽ തന്നെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്സ് എല്ലാം ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ഇത് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മണം വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമുക്കറിയാം ഓട്സ് ചൂടായി തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ ചെറുതായി ഒന്ന് ക്രിസ്പ് ആവാനും തുടങ്ങും. ഇപ്പോൾ ഓട്സ് എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് നെയ്യ് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. എണ്ണയെല്ലാം നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ തീ വളരെ സ്ലോയിൽ വെക്കണം. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, പൊട്ടുകടല, കറിവേപ്പില, മുഴുവനായിട്ടുള്ള മുളക്, ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറി വരട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇവയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുതായി എരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ നിറമെല്ലാം ഒന്ന് മാറി സവാള മുരിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം, ഇവിടെ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇവയെല്ലാം കൂടി നന്നായി വീണ്ടും യോജിപ്പിക്കാം. തേങ്ങയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. കളറെല്ലാം ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ക്യാരറ്റാണ് ചീകി വെച്ചിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുക്കാം.
ക്യാരറ്റിൻ്റെ അളവെല്ലാം നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചതിന് ശേഷം നോക്കുമ്പോൾ ക്യാരറ്റെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ക്യാരറ്റും തേങ്ങയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്ത ഓട്സ്, ചൂടാക്കിയ ഓട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെയും കൂടി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓട്സ് എല്ലാ കൂട്ടും കൂടി ഒന്നിച്ച് ഇളക്കി യോജിച്ച് എല്ലാ വശത്തേക്കും ഓട്സ് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇവയെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഓട്സ് വേവാനായിട്ടുള്ള വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് നമ്മളൊരാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് വേവിക്കുമ്പോൾ ഓട്സ് പക്ഷേ ഒന്ന് കുറുകി പോകുകയോ അല്ലെങ്കിൽ ഡ്രൈ ആയി പോവുകയോ ഒക്കെ ചെയ്യും, കട്ട കുത്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചെറിയ രീതിയിലൊന്ന് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓട്സ് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ 2-3 തവണ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിവയൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് യോജിച്ച് വരട്ടെ. വെള്ളവും ഓട്സും എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളുടെ ഓട്സ് എല്ലാം നന്നായി വെന്ത് വന്നു തുടങ്ങും. നമുക്ക് ഇവയൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം, എന്തായി എന്ന് നോക്കാം. നമ്മളുടെ ഓട്സ് വെച്ചുള്ള ഉപ്പുമാവെല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഓട്സ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. മസാല എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇവയൊക്കെ നന്നായി ഉലർന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഓട്സിൻ്റെ പച്ച ചുവയെല്ലാം മാറി നമ്മളുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട്ടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ടിഫിൻ ബോക്സിലേക്കൊക്കെ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു വിഭവം കൂടിയാണ്. നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.